നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരായി കോൺഗ്രസ് എടുത്ത നടപടി മാതൃകാപരമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കേരളത്തിൽ ഇത്തരമൊരു സംഭവം ഉണ്ടാകുമ്പോൾ ആദ്യമായാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ഇത്ര കാർക്കശ്യത്തോടെ നടപടിയെടുക്കുന്നതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. രാഹുൽ എംഎൽഎ സ്ഥാനം രാജിവെക്കുമെന്ന് ആരും പറഞ്ഞിട്ടില്ല. പാർട്ടി പരിശോധിച്ച ശേഷമാണ് നടപടിയെടുത്തത്. മറ്റുള്ളവർ നടപടിയെടുത്തില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഉഴപ്പാമായിരുന്നു. ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കെതിരെയാണ് നടപടിയെടുത്തത്. റേപ്പ് കേസിലെ പ്രതിയെ CPM സംരക്ഷിക്കുകയാണ്. രക്ഷപ്പെടുത്താൻ ഒരു ശ്രമവും നടത്താതെ പരാതിയുമില്ലാതെ സ്ത്രീയുടെ അഭിമാനം കാത്തുരക്ഷിക്കാനാണ് കോൺഗ്രസ് നടപടിയെടുത്തതെന്നും സതീശൻ പറഞ്ഞു. വനിതാ നേതാക്കൾക്കെതിരായി ആര് സൈബർ അറ്റാക്ക് നടത്തിയാലും ശരിയല്ല. വനിതാ നേതാക്കൾ അവരുടെ അഭിപ്രായം പറഞ്ഞു. CPM ആണ് ആദ്യം സൈബർ അറ്റാക്ക് ചെയ്തു തുടങ്ങിയത്. സ്ത്രീകളെ സൈബർ അറ്റാക്ക് ചെയ്യുന്നത് മനോരോഗമാണെന്നും സതീശൻ പറഞ്ഞു. സതീശന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: കേരളത്തിൽ ആദ്യമായാണ് ഒരു രാഷ്ട്രീയ പാർട്ടി കാർക്കശ്യത്തോടെയും നിശ്ചയദാർഢ്യത്തോടെയും ഒരു തീരുമാനമെടുക്കുന്നത്. KPCC അധ്യക്ഷൻ വ്യക്തമാക്കിയതുപോലെ തന്നെ ഇതുവരെ ഒരു പരാതിയും പാർട്ടിക്ക് ലഭിച്ചിട്ടില്ല. എന്നിട്ടും 24 മണിക്കൂറിനകം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെപ്പിച്ചു. ഉയർന്നു വന്ന ആരോപണം പരിശോധിച്ച നേതാക്കളുമായി ആശയവിനിമയം നടത്തിയാണ് പാർട്ടിയിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചത്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഇതുപോലൊരു തീരുമാനം ഇതിനു മുൻപ് കേരളത്തിൽ എടുത്തിട്ടുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു. കോംപ്രമൈസ് ആയിപ്പോയെന്നാണ് മന്ത്രി MP രാജേഷ് പറഞ്ഞത്. ഒരു റേപ്പ് കേസിലെ പ്രതി കൈപൊക്കിയിട്ടാണ് MP രാജേഷ് മന്ത്രിസ്ഥാനത്തിരിക്കുന്നത്. സ്വയം ഒരു ഉളുപ്പ് വേണ്ടേ? റേപ്പ് കേസിലെ പ്രതിയാണ് CPM MLA ആയി തുടരുന്നത്. ഇത്തരക്കാർക്കെതിരെ CPM നടപടിയെടുക്കാത്തതും BJP പോക്സോ കേസിലെ പ്രതിയെ ഉന്നതാധികാര സമിതിയിൽ ഇരുത്തിയിരിക്കുന്നതുമൊക്കെ ഞങ്ങൾക്കും വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കാമായിരുന്നു. ഒരുപാട് പേരുടെ പേരുകൾ CPM നിന്ന് തന്നെ പറയാം. പക്ഷേ ഞങ്ങൾ അതിനൊന്നും തയ്യാറായില്ല. അതെല്ലാം പറഞ്ഞ് ഉഴപ്പുന്നതിന് പകരം ആദ്യം തന്നെ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. സ്ത്രീകളോടുള്ള ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ബഹുമാനവും ആദരവുമാണിത്. സ്ത്രീകളുടെ ആത്മാഭിമാനത്തിന് മുറിവേറ്റെന്ന് തോന്നിയപ്പോഴാണ് പാർട്ടി നടപടി സ്വീകരിച്ചത്. വേറെ ഒരു പാർട്ടിയെയും പോലെയല്ല കോൺഗ്രസ് ഇക്കാര്യത്തിലെന്ന് മാധ്യമങ്ങളെ കൊണ്ട് പറയിപ്പിക്കുമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇപ്പോൾ നടപ്പാക്കി. മറ്റു പാർട്ടികളെ പോലെയല്ല കോൺഗ്രസ് നിലപാടെടുത്തത്. ഞങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ള ആൾക്കെതിരെയാണ് നടപടിയെടുത്തത്. പാർട്ടിയുടെ മുൻനിരയിൽ നിൽക്കുന്ന ഒരാളെ രക്ഷപ്പെടുത്താൻ ഒരു ശ്രമവും നടത്താതെ സ്ത്രീകളുടെ ആത്മാഭിമാനം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് കോൺഗ്രസ് ഈ തീരുമാനമെടുത്തത്. ഇത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുക തന്നെ ചെയ്യും. CPM നേതാക്കൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ട് പോലും അവരൊക്കെ സ്ഥാനങ്ങളിൽ തുടരുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുതൽ ആരോപണ വിധേയർ ഇരിക്കുകയാണ്. ഞങ്ങളോട് ചോദിക്കുന്നത് പോലെ അതേക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനോടും ചോദിക്കണം. പക്ഷെ നിങ്ങൾ ആരോടും ചോദിക്കില്ല. ഇപ്പോൾ രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ട CPM വനിതാ നേതാക്കൾ ആരും ആരോപണ വിധേയരായ CPM നേതാക്കൾക്കെതിരെ നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ആരോപണ വിധേയർക്കെതിരെ ഒരു നോട്ടീസ് നൽകാൻ പോലും CPM തയ്യാറായിട്ടില്ല. ആരോപണ വിധേയർ CPM ഇരിക്കുമ്പോഴാണ് കോൺഗ്രസ് കർശന നടപടിയെടുത്തത്. അതാണ് കേരളത്തിലെ കോൺഗ്രസ്. അത് അടയാളപ്പെടുത്തിയാൽ മതിയെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാവരുമായും ആലോചിച്ചാണ് കോൺഗ്രസ് നടപടി സ്വീകരിച്ചത്. സ്ത്രീകൾക്കെതിരെ സൈബർ ആക്രമണം കേരളത്തിൽ തുടങ്ങി വെച്ചത് CPM ആണ്. ഒരു സ്ത്രീ പോലും സൈബർ ഇടത്തിൽ ആക്രമിക്കപ്പെടരുതെന്നാണ് കോൺഗ്രസിന്റെ നിലപാടെന്നും അദ്ദേഹം പറഞ്ഞു.